ഹലോ. ദേശീയ പണിമുടക്ക് എന്തായാലും വെറുതെ വീട്ടിലിരിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് നല്ലൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഇന്നലെ തന്നെ ചിക്കനൊക്കെ വാങ്ങി ഇതാ ഇപ്പോൾ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ മസാല എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള രീതിയിലുള്ള മസാലകളാണ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനത്തിൽ ലൈമും കൂടെ പൊഴിഞ്ഞൊഴിക്കുന്നു. അപ്പോൾ പൊഴിഞ്ഞൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം അളവും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ സെയിം മസാലകൾ മാത്രമേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് ഒന്നും പറയാത്തത്. അപ്പോൾ ആ മസാലകളെല്ലാം നല്ല രീതിയിൽ പിടിച്ചിരിക്കുകയാണ്. നമുക്കിനി ഒരു ഉരുളി അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഓട്ടുരുളിയാണ് വെച്ച് ചൂടാക്കുന്നത്. അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായ ശേഷം നമ്മൾ ചിക്കൻ പീസുകളെല്ലാം അതിലേക്ക് തന്നെ പറക്കിടുകയാണ്. അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന മസാലയൊക്കെ പിന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചിക്കൻ ചെറിയ രീതിയിൽ ഒന്ന് പൊരിച്ച് കോരുന്നില്ല, ഇതിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കി ഇതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കൻ എന്നുള്ള വെള്ളം കൂടെ അതിലേക്ക് ഊറി വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം പറ്റി. പിന്നെ നമ്മൾ ഒഴിച്ച ഓയിൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനായിട്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുളിയിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മസാലകളും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, കടുക്, അതുപോലെ തന്നെ രമ്പയില, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അതിലിട്ട് അതെല്ലാം ഒന്ന് മൂത്ത ശേഷം ചെറിയ ഉള്ളിയാണ് അതിലേക്ക് എടുക്കുന്നത്, സവാളയല്ല. അപ്പോൾ ചെറിയ ഉള്ളിയും തക്കാളി അങ്ങനെയുള്ള ഐറ്റം മാത്രമേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ, വേറെ സവാള ചേർക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളത് നല്ലോണം വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഉള്ളി ചെറിയ രീതിയിലൊക്കെ വെന്തതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ തക്കാളിയും കൂടെ ഏകദേശം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നിറഞ്ഞ ആ ചൂടാക്കി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. അപ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയായി. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അതായത് ഈ ഒരു കളറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിനിയിപ്പം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ആ ഉരുളിയിലേക്ക് ചേർക്കാം. അപ്പോൾ കണ്ട സംഭവം സെറ്റായി. ഇതുപോലെയാണ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളൊന്നും ചെയ്തത് സംഭവം അടിപൊളിയാണ്. വായയുടെ കപ്പലോടും. ഇനിയിപ്പോൾ നമുക്ക് വലിയ തീയൊന്നും വേണ്ട, ഇങ്ങനെ ഈ ചെറിയ കനലിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ആ കനലിൽ കിടന്ന മസാല അതെല്ലാം പിടിക്കും. കാരണം നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ചിക്കൻ പെരട്ട് അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല കറുത്ത് ഇരുണ്ട ചിക്കൻ പെരട്ട് ഇതാ റെഡിയായിരിക്കുകയാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കി തന്നെ നമ്മൾ അതിൽ നിന്നുണ്ടായിരുന്ന ചിക്കൻ്റെ വാരിയെല്ലാം കഴുത്തുമൊക്കെ പ്രത്യേകം മാറ്റിയായിരുന്നു. അത് കഴുകി കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് 5-6 വിസിലടിച്ച് വേവിച്ചെടുത്തായിരുന്നു. അപ്പോൾ അത് വേവിച്ചിട്ട് അതിൻ്റെ എല്ലെല്ലാം മാറ്റി അതിൻ്റെ മാംസവും വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂപ്പ് എന്നുള്ള മാംസം ഇതെല്ലാം കൂടെ നമ്മളത് വേവിക്കാനുള്ള റൈസ് ചേർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സവാളയും മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്കുള്ള മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചപ്പട്ടാണി. അപ്പം അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയ ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കുന്ന കൈമ റൈസാണ് അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ വെള്ളം നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്യും. ഇനി ഈ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ റൈസ് റെഡിയാവും. അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ദമ്മിടുന്ന ആവശ്യമായിട്ട് അടിയിൽ പാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ വറുത്ത് വരിയെടുത്ത് സവാളയും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം ചേർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 20 മിനിറ്റ് അടച്ചു വെച്ചിട്ട് എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാ സംഭവം സെറ്റല്ലേ?